മോട്ടോമിത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഴയ അംബാസഡർ കാണുമ്പോൾ നമുക്കിപ്പോഴും ഒരു മനസ്സിനൊരു വല്ലാത്ത സന്തോഷമാണ്. അത് കുറച്ച് മോഡിഫൈ ചെയ്തൊരു അംബാസഡർ ആണെങ്കിൽ കുറച്ചും കൂടി സന്തോഷം കൂടും. നമ്മൾ അതിനൊന്ന് കുറച്ചു നേരം നോക്കി നിന്ന് പോകും. ഇതൊരു 1972 മോഡൽ അംബാസഡർ ആണ്. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show. ഈ KRH എന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും എന്താണ് 72 മോഡൽ എന്നുള്ളത്. KRH എനിക്ക് തോന്നുന്നു ഒരു 85-86 കാലഘട്ടമാണെന്ന് തോന്നുന്നു. പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അംബാസഡർ ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഓർഡർ ചെയ്തിട്ട് കേരളത്തിൽ കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാണ്. അത്തരത്തില് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. ഒരു വാഹനത്തിന്റെ ഏറ്റവും പ്രധാനമായ രേഖ എന്ന് പറയുന്നത് RC ബുക്കാണ്. അപ്പോൾ RCയിൽ കാണിക്കുന്നത് 1972 മോഡൽ എന്ന് തന്നെയാണ്. ഇത് സുധീഷ് ഏട്ടൻ, തൃശ്ശൂർ ജില്ലയില് കോലയിലുള്ള ഫോട്ടോയിലാണ് സുധീഷ് ഏട്ടന്റെ സ്ഥലം വരുന്നത്. സുധീഷ് ഏട്ടാ, മോട്ടോമിത്രയിലേക്ക് സ്വാഗതം. നമസ്കാരം. സുധീഷ് എന്ത് ചെയ്യാണ്? എനിക്ക് ട്രാവൽസ് ആണ്. റൊമാൻസ് ടൂറിസ്റ്റ് ആൻഡ് ട്രാവൽസ് എന്ന് പറയും. തിരൂർ തന്നെയാണ്. സുധീഷേട്ടനായിട്ട് നമ്മൾ മറ്റൊരു വീഡിയോ പ്ലാൻ ചെയ്തതായിരുന്നു. അങ്ങനെയാണ് സുധീഷേട്ടൻ പറഞ്ഞ ആദ്യം അംബാസഡർ ഉണ്ട്, നമുക്ക് അത് കാണിക്കാം, അതിനുശേഷം നമ്മൾ പ്ലാൻ ചെയ്ത വീഡിയോ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. ഇപ്പൊ എത്ര വണ്ടികളുണ്ട് മൊത്തം? എനിക്ക് അഞ്ച് വണ്ടി ഉണ്ട്. ഒരു 34 സീറ്റ്, പിന്നെ ഒരു 26 സീറ്റ്, ഒരു 17 സീറ്റ്, എല്ലാം ട്രാവലറാണ്. പിന്നെ ഒരു ഇന്നോവ ഉണ്ട്. അപ്പോ തൃശ്ശൂർ ജില്ല എവിടെ നിന്നും പാക്കേജ് ഓടിക്കാൻ ഓക്കെ. എന്തായാലും സുധീഷേട്ടന്റെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് കൊടുക്കാം. പാക്കേജ് കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്കൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് അംബാസഡറിലേക്ക് എത്തിയിട്ടുണ്ടാവുക? മുമ്പ് വീട്ടിൽ അംബാസഡർ ഉണ്ടായിരുന്നോ? ടാക്സി മേഖലയിലൊക്കെ ആയതുകൊണ്ട്. ഇല്ല, ടാക്സി മേഖല ഉണ്ടായിരുന്നില്ല. എനിക്ക് ഈ അംബാസഡർ ചെറുപ്പം തൊട്ടിട്ട് ഭയങ്കര ഒരു താല്പര്യ. എനിക്ക് ബൈക്ക് വർക്ക്ഷോപ്പ് ആയിരുന്നു ആദ്യം. അപ്പൊ അവിടെ ഈ വെൽഡിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോ ഈ അംബാസഡർ അവിടെ അങ്ങനെ പണിത് ഇങ്ങനെ അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ അന്ന് ചെറുപ്പം തൊട്ടിട്ടുള്ള ഒരു ആഗ്രഹത്തിന്റെ ഹോളില് ഒരെണ്ണം നമുക്ക് മേടിക്കണം, സ്വന്തമായിട്ട് അതേപോലെ പണിയൊക്കെ കഴിച്ച് നമ്മുടേതായ രീതിയിൽ പണി കഴിച്ച് രസാക്കിട്ട് എടുക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്ത് മേടിച്ച് ചെയ്തതാണ്. സുധീഷേട്ടാ, ഈ അംബാസഡർ ഇങ്ങനെ ഈ ഒരു രൂപത്തിലാക്കാൻ എത്ര രൂപയുണ്ടാവും? പെയിന്റിങ്ങും എല്ലാം കൂടി 2.5 ലക്ഷം താഴെ ഉണ്ടാവും. 2 ലക്ഷം. ഓക്കെ. വണ്ടി എടുക്കാൻ ഒരു 60,000 രൂപ. എത്ര കാലം ഉണ്ടാവും എടുത്തിട്ട് ഇപ്പൊ ഒരു 3 വർഷം ഉണ്ടാവും. 3 വർഷം. അത് ഓടി തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 1.5 കൊല്ലം വർഷാപ്പിലിടുന്നു. അത് എനിക്ക് ട്രാവൽസ് പരിപാടി അന്ന് സമയത്ത് ചിലപ്പോൾ ഡ്രൈവർമാരൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ഓട്ടം പോകുമ്പോ എനിക്ക് വർഷാപ്പിലേക്ക് ചെല്ലാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ കൂടി ഒരു ഐഡിയ അവിടെ ഇരുന്നിട്ട് ഈ കൺസോൾ സാധനങ്ങളൊക്കെ പണിയുമ്പോഴേ നമ്മുടെ ഒരു ഇഷ്ടത്തില് ചെയ്യാൻ വേണ്ടിട്ട്. എനിക്കും അങ്ങനെയാണ്, വർക്ക്ഷോപ്പിലിരുന്ന് പണി കാണാൻ ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെയാണ്. അതുകൊണ്ട് അവിടെ അങ്ങനെ എത്ര കാലം കിടന്നു. പിന്നെ അവിടെ ചിലപ്പോ വണ്ടിയുള്ള തിരക്ക് കൂടും. അപ്പൊ അവര് അത് മിരിക്കും. അപ്പൊ ഇത് മിക്കത്തില്ല. വർക്ക്ഷോപ്പുകളിൽ അംബാസഡർ പണിയെടുക്കാൻ അത് എല്ലായിടത്തും ഇപ്പൊ എടുക്കുന്നില്ല. പഴയ വർക്ക്ഷോപ്പിൽ കാരണന്മാര് ഉള്ള കുറച്ച് അങ്ങനെ ആൾക്കാരുണ്ട്. അവര് ചെയ്യുമ്പോ അത് വൃത്തിയായിട്ട് ചെയ്ത് തരും ചെയ്യും. ഇപ്പോഴത്തെ പച്ചവർക്കാരുടെ അടുത്ത് അത് ചെയ്യാക്കില്ല. എന്നാലും നമുക്കൊരു അവരുടെ അടുത്ത് ചെയ്യുമ്പോ അവർക്ക് അംബാസഡറിനെ കുറിച്ച് ഒന്നുകൂടി ഒരു ഐഡിയ ഉണ്ടാവും. അപ്പൊ അതിന്റെ ഒരു രീതിയിൽ തന്നെ അവിടെ ചെയ്തതാന്ന് മാത്രം. സുധീഷേട്ടാ, ഇപ്പൊ ഒരു 1.5 വർഷമായിട്ട് ഉപയോഗിക്കുന്നു പറഞ്ഞല്ലോ. ഈ ഒരു 1.5 വർഷത്തെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എങ്ങനെയുണ്ട് അംബാസഡർ? അംബാസഡർ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇതുവരെ വഴിയിൽ കിടക്കുക അങ്ങനെയുള്ള പ്രോബ്ലങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ അവിടെ വർഷാപ്പിൽ കിടന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് മൊത്തത്തിൽ എല്ലാ ഭാഗത്തുനിന്ന് കൈ ഓടിച്ചിട്ടാണ് എടുത്തത്. 1.5 കൊല്ലം അവിടെ കിടന്ന കാരണം നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ കംപ്ലൈന്റ് ഉണ്ടാച്ചിട്ട് എല്ലാ ബെൽറ്റുകൾ മാറി, പിന്നെ 4 വീൽ അയച്ച് മറ്റേ ബ്രേക്കിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് മാറി. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരെ എനിക്ക് ഓയിൽ മാറുക എന്നുള്ളൊരു പരിപാടി ആയിട്ടുള്ളൂ. ഒരു പീരിയോഡിക് സർവീസിന്റെ കോസ്റ്റ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഏകദേശം എത്ര ഉണ്ടാവും? ഈ ഓയിൽ മാറും, ഡീസൽ ഫിൽറ്റർ, ഓയിൽ മാറുമ്പോൾ ഡീസൽ ഫിൽറ്റർ മാറും, ഓയിലിന്റെ ഫിൽറ്റർ മാറും. പിന്നെ ബെൽറ്റുകൾക്ക് മോശം എന്ന് തോന്നി കഴിഞ്ഞാൽ അപ്പൊ തന്നെ കൈയോടെ മാറും. ഒരു 3,500 രൂപ, 4,000 രൂപ, ഒരു 10,000, 7,000, 2,000 കിലോമീറ്ററിന്റെ ഉള്ളിൽ നമ്മളത് ചെയ്യണതാ. കാരണം ബെൽറ്റിന്റെ ആവശ്യം വരില്ല. ഇപ്പൊ ചെറുതായിട്ട് വല്ല പൊട്ടല കാര്യങ്ങളാണെങ്കിൽ നമ്മൾ വല്ലയിടത്ത് ഇപ്പൊ പോവുകയാണെങ്കിൽ ലോങ് പോകുകയാണെങ്കിൽ അല്ലാണ്ട് ലോങ് ഒന്നും പോവില്ലേ. എറണാകുളം, തിരുവനന്തപുരം, ആലപ്പുഴ അങ്ങനെയൊക്കെ ആവശ്യത്തിന് ഞാൻ തന്നെ കൊണ്ടുപോകുള്ളൂ. അപ്പൊ കുഴപ്പമുണ്ടാക്കിയിട്ടില്ല. എനിക്കൊരു ഇന്നോവ ഉണ്ട്, ടാക്സിയാ, ഡ്രൈവറുണ്ട്. അപ്പൊ ഞാനത് പിന്നെ ഓട്ടം കാര്യങ്ങളായിട്ട് പോകുമ്പോ ഇത് നമ്മുടെ കാര്യങ്ങൾക്ക് അങ്ങനെ അംബാസഡറിൽ തന്നെയാണ്. ഇതിൽ പോകുമ്പോ നമുക്കൊരു പ്രത്യേക സുഖം. ഇപ്പൊ ഇതില് പോകുമ്പോ എങ്ങനെയാ ആൾക്കാര് ഇപ്പൊ നമ്മളിപ്പോ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനാ അല്ലെങ്കിൽ എന്തെങ്കിലും കയറി കഴിഞ്ഞാൽ ഒരു ഫോട്ടോ എടുക്കും. അപ്പൊ നമുക്കൊരു സന്തോഷം. അപ്പൊ ഇവിടെ പണത്തെ എന്താ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നമ്മളടുത്ത് എന്തായാലും 10-15 മിനിറ്റ് എന്തായാലും നമ്മൾ സംസാരിക്കും. ഇപ്പൊ
പുറത്ത് പോകുമ്പോ ചെറുപ്പക്കാരാണോ അതോ കുറച്ച് പ്രായവരാണോ കൂടുതൽ വരാറ്? ഒരു നല്ല ചെറിയ കുട്ടികളും പിന്നെ ഇത്തിരി കാരണന്മാരും അവർക്കാണ് കൂടുതൽ. അവര് കാരണന്മാർ വന്നു കഴിഞ്ഞാൽ അപ്പൊ എന്തായാലും അതിന്റെ ഫുൾ കാര്യങ്ങൾ ചോദിച്ചതിന്റെ ഉള്ളിൽ കയറി ഒന്ന് ഇരിക്കട്ടെ എന്നൊക്കെ ചോദിച്ചു. ഒരു ഡോക്ടർ കയറി വന്നിട്ട് എന്നിട്ട് കൊടുക്കണ്ടോന്നൊക്കെ ചോദിച്ചു. ഞാൻ ഇപ്പൊ കൊടുക്കാനുള്ള ഒരു പരിപാടി ഇല്ല എന്ന് പറഞ്ഞിട്ട്. മുതിർന്നവർക്ക് ഇപ്പോഴും ഇതൊരു വികാരം തന്നെ. ഭയങ്കര, കാരണം അവര് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ വരും. എന്നിട്ട് ഇപ്പൊ ചായ കുടിക്കാൻ ഹോട്ടലിൽ നിർത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ എവിടെയും കൊണ്ട് നിർത്തുകയാണെങ്കിൽ വയസ്സായിട്ടുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവർക്കതൊരു ഭയങ്കര ഒരു കൗതുക. സുരേഷേട്ടാ, ഇപ്പൊ ഒരു 1.5 വർഷം എടുത്തു എന്ന് പറഞ്ഞല്ലോ വണ്ടി മൊത്തം പണിതിറക്കാൻ. അപ്പൊ എന്തെങ്കിലും പാർട്സ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അതില്? പാർട്സ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടല്ലായിരുന്നു. വർഷാപ്പിലെ എനിക്ക് എത്തിപ്പെടാൻ പറ്റാത്ത പിന്നെ ആള് പിന്നെ ഇത് നമ്മൾ വരാണ്ടാവുമ്പോ ആള് വേറെ വണ്ടി ഇരിക്കും, അങ്ങനെ ഇരിക്കും. എന്നിട്ട് ഞാൻ പിന്നെ ചെല്ലുമ്പോ ഇടയ്ക്കെന്ന് വരുമ്പോ നമ്മുടെ വണ്ടിയും ഇരിക്കും. അങ്ങനെയൊക്കെ ആയിട്ട് നീണ്ടുപോയതാ. എന്തായാലും ഇപ്പൊ പാർട്സ് കിട്ടാനൊക്കെ പാർട്സ് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഗ്രൂപ്പുകളും സാധനങ്ങളൊക്കെ ഉള്ള കാരണം ഒരുവിധം അത്യാവശ്യം വേണ്ട. എനിക്കിതുവരെ ബുദ്ധിമുട്ടൊന്നും കാണിച്ചിട്ടില്ല. പിന്നെ ഡൽഹിയിലുള്ള ഒരു ചങ്ങാതിന്റെ ആളെ വിളിച്ചു കഴിഞ്ഞാൽ ആള് നമുക്ക് പൾസർ അയച്ചു തരും എന്തെങ്കിലും ആവശ്യം ഉണ്ടായിച്ചു കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് പാർട്സിനൊന്നും കുഴപ്പമില്ല. പിന്നെ സെക്കൻഡ് ഹാൻഡ് പട്ടാളത്തിലൊക്കെ അങ്ങനെ പൊളിച്ച് അങ്ങനെയുള്ള സാധനങ്ങൾ മേടിച്ച് ഇടും. തീരെ കിട്ടാത്ത ഇത് കിട്ടാത്താണെങ്കിൽ അങ്ങനെ നോക്കിയിട്ട് ഇടും. ഇപ്പൊ ഒരു 2.5 ലക്ഷം ചെലവാക്കിയെന്ന് പറഞ്ഞല്ലോ, മെക്കാനിക്കലി ആണോ കൂടുതലും ചെലവായതോ? അല്ലല്ല, മൊത്തം. അതായത് ഇപ്പൊ പോളിസ്റ്റർ വർക്ക്, പെയിന്റിങ്, പാച്ച് വർക്ക്, മെക്കാനിക് ഭാഗത്തിൽ എനിക്ക് വലിയ കാശ് അധികം ചെലവാക്കേണ്ടി വന്നിട്ടില്ല. വണ്ടി നല്ല ഗുഡ് കണ്ടീഷൻ ആയിരുന്നു എടുക്കുമ്പോ തന്നെ. നമ്മൾ നമ്മുടേതായ രീതിയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാശ്. പിന്നെ ഫ്രണ്ടിൽ പുതിയ മോഡൽ ഓൾറെഡി വണ്ടി പവർ സ്റ്റിയറിംഗ് ആയിരുന്നു. AC ഉണ്ടായിരുന്ന വണ്ടിയുടെ ഉള്ളിൽ. ബ്രേക്ക് കാര്യങ്ങളൊക്കെ പവർ ബ്രേക്ക് ആണ്. അതൊക്കെ ഉണ്ടായിരുന്നു. നമ്മള് ഒന്നുകൂടി എല്ലാ ഭാഗത്തും ഒന്ന് കയ്യെത്തിച്ച് എല്ലാം ക്ലീൻ ആക്കി. മെക്കാനിക്കിൽ ഇതുവരെ ഓയിൽ മാറ അങ്ങനെയുള്ള പരിപാടികൾക്ക് വന്നിട്ടുള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ഇത് ശരിക്കും അംബാസഡറിന്റെ ഫ്രണ്ട് Mark II അല്ലേ ഈ വാഹനം വരാം? ഇത് Mark II വരെ ശരിക്കും 72 മോഡൽ എന്ന് പറയുമ്പോൾ ഗ്രാൻഡ് ടൈപ്പ് ആക്കി ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ചെയ്തല്ല, എനിക്ക് കിട്ടുമ്പോ ഇങ്ങനെ തന്നെയാണ്. അപ്പൊ എനിക്ക് Mark I ആക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സാധനങ്ങളുടെ ഒരു പ്രശ്നം കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെല്ലാം പഴയ മോഡലിലേക്ക് എത്തിക്കണം. എന്നാലും ആ ഒരു ഇത് കിട്ടുള്ളൂ. പകുതി ചിലപ്പോൾ ടൈലറ്റ് ഒന്നും മേടിക്കാൻ കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇത് മോഡൽ തന്നെ അങ്ങനെ നിർത്തി ചെയ്തു മാത്രം. സുരേഷേട്ടൻ ചെയ്ത കാര്യങ്ങളൊന്ന് പറയാൻ പറ്റും നമുക്ക്? ഇതിപ്പോ ഞാൻ ഈ ലൈറ്റ് ഹെഡ് ലൈറ്റിന്റെ 2 സാധനങ്ങൾ പ്രൊജക്ട് DR ലൈറ്റ് എന്നാണെന്ന് പറയാം. അത് മേടിച്ചു. പിന്നെ ഈ സൈഡില് ഒട്ടിക്കുന്ന ലൈറ്റ് ആയിട്ട് ഈ സാധനം വെച്ച് ഇതൊരു പുതിയ മോഡൽ ഈ വില കൂടി വണ്ടിമേക്ക് കാണണ്ടേക്കുന്ന കൂടുതൽ സാധനം. അതുകൊണ്ട് മേടിച്ച് ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തിട്ട് ഇത് 2 മേടിച്ചു. പിന്നെ ഈ ബോലോന്റെ മിറർ 2 ഓട്ടോമാറ്റിക് അല്ല 2 ടൈപ്പ് ഉണ്ട്. ഞാൻ നോർമലി മേടിച്ചേ. അപ്പൊ അത് 2 ഞാൻ മേടിച്ചു. പിന്നെ ഇതൊക്കെ കൈ കൊണ്ട് അടിച്ചിട്ടുണ്ടാക്കി, തകിടില് കൈ കൊണ്ട് അടിച്ച് ചെയ്തിട്ടുള്ളതാ. അങ്ങനെ അടിച്ചു. പിന്നെ ഈ ഇതൊക്കെ നമ്മള് മേടിച്ചു. ഇതൊക്കെ കിട്ടാണ്ട് റെയിൻ ഗാർഡ് എന്ന് പറയും, മേടിച്ചു. അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തു നോക്കി. പിന്നെ ഈ പുറമേയുള്ള കാര്യങ്ങളിലൊക്കെ അലോയില് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഇത് ഈ സ്റ്റീലിന്റെ ഇത് ഞാൻ വേറെ വണ്ടിമേക്ക് വെച്ചിട്ട് ഇതുമേക്ക് ആഡ് ചെയ്ത് സെറ്റാക്കി എടുത്തതാ. ഈ പിന്നില് ലൈറ്റ് ഒക്കെ ഇതൊക്കെ ഗ്രാൻഡിന്റെ ടൈപ്പ് എനിക്ക് ഇവിടെ ക്യാപ്പ് കാണാത്തൊരു വിഷമം തോന്നുന്നുണ്ട്. അത് ഈ വെള്ളം കയറുന്ന ഒരു ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട് ആ ക്യാപ്പിലാവുമ്പോ. അപ്പൊ ഞാനിത് വേറൊരു മോഡലായിട്ട് ചെയ്ത് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ അങ്ങനെ അമർത്തി കഴിഞ്ഞാൽ ഇത് നോക്കും. ഉള്ളിൽ നമ്മൾ ക്യാപ്പ് ഇട്ടിട്ട് വെള്ളം ഇറങ്ങാണ്ടിരിക്കാനുള്ള വേണ്ടിട്ട് ഒരു സംവിധാനം. ഡോർ തുറക്കാൻ ചെയ്യാൻ പറ്റും? ഡോർ തുറക്കേണ്ടി ചെയ്യാൻ പറ്റില്ലേ? സുരേഷേട്ടാ, എന്തായാലും പുറത്തെ കാഴ്ചകൾ അടിപൊളിയായിട്ടുണ്ട്. വാഹനം സൂപ്പർ ആയിട്ടുണ്ട്. ഒരു സംശയം ട്രാവൽസ് ഉള്ളതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ അംബാസഡറിന് ഓട്ടം വരാറുണ്ടോ? അംബാസഡർ വിളിക്കാറുണ്ട് കല്യാണങ്ങൾക്കൊക്കെ വേണ്ടിട്ട്. അപ്പൊ ഞാനിതൊരു പ്രൈവറ്റ് ആയ കാരണം ഇങ്ങനെ ഇതുവരെ ആൾക്കാർ ചോദിക്കും കല്യാണം തരുമെന്നൊക്കെ ചോദിക്കും. അപ്പൊ കൊടുത്തിട്ടില്ല. കാരണം ഇത്തരം വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ട്രെൻഡാ പഴയ വണ്ടികള് കല്യാണത്തിന് ഒരു നമുക്കൊക്കെ അവര് കൊണ്ടുപോകും. എന്നിട്ട് കല്യാണം കഴിഞ്ഞ് വീഡിയോ ഷൂട്ട് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിട്ട് ചോദിക്കാറുണ്ട്. എന്തായാലും പുറത്തെ കാഴ്ചകൾ കണ്ടു, നമുക്ക് ഇനി അകത്തേക്ക് കയറിയല്ലോ. ഓക്കെ സുരേഷേട്ടാ, ഇപ്പൊ ഫ്രണ്ടില് എന്തൊക്കെയാണ് ചെയ്തിരിക്കണേ? കുറെ കാര്യങ്ങൾ കാണാനുണ്ട്. നമ്മള് ഈ ഡാഷ് മൊത്തത്തില് മാറ്റിയിട്ട് തകിടിലടിച്ചതാ. ഡാഷ് മൊത്തം മാറ്റിയിട്ട് നമ്മള് തകിടില് ഈ കൺസോൾ എന്ന് പറയും, ഈ ഗിയർ ലിവർ ചെറുതായിട്ട് കമ്പനി ശരിക്കും ഇവിടെ ഒരു വലിയ ലിവർ വരാ. അത് നമ്മൾ മാറ്റിയിട്ട് അവിടുന്ന് ഒരു ലിവറൊക്കെ എടുത്ത് ഇങ്ങനെ ഉള്ളിലേക്ക് ആക്കി ഒരു ചെറിയൊരു ഗിയർ ലിവർ സെറ്റപ്പ് ആക്കി. കൺസോൾ എന്ന് പറയാ അതിനാ. ഇവിടെ ഒരു ചാവി കാണാനല്ലോ. അത് AC സ്വിച്ചാ. AC ആദ്യം ഓൺ ആക്കണമെങ്കിൽ ഈ സ്വിച്ച് ഓൺ ആക്കും.
എന്നിട്ട് ഇതുമേ 1-2-3 സ്റ്റെപ്പ് ഉണ്ട്. അതേമാതിരി ഇത് കൂട് കുറയ്ക്കാനും കൂട്ടാനായിട്ടുള്ള ഈ കൂട് ഇതിന് ഫുൾ ഇട്ട് കഴിഞ്ഞാൽ കൂട് നന്നായി കൂട് കുറയ്ക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ മെല്ലെ ഇങ്ങനെ കുറയ്ക്കാം. ഫാൻ തേർഡിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് കൂട് കുറയ്ക്കാനുള്ള ഒരു സിസ്റ്റത്തിനാണ് ഇത്. പിന്നെ നമ്മളൊരു മറ്റേ ഇത് വെച്ചു, ഒരു എന്താ പറയാ സിസ്റ്റം, ചെറിയൊരു ആൻഡ്രോയിഡ് സിസ്റ്റം കയറ്റി. AC ഇത് സ്വിഫ്റ്റിന്റെ ഇതാ വരിക, ഈ സാധനം സ്വിഫ്റ്റിന്റെ ഇതാ വരിക, അതിനത് വെച്ച് ചെയ്തു. പിന്നെ ബാക്കിയൊക്കെ നമ്മുടെ അംബാസഡറിന്റെ സാധനങ്ങളൊക്കെ സ്റ്റിയറിംഗ് ഒക്കെ 93-94 കാലഘട്ടത്തിലുള്ള വണ്ടിക്ക് ഈ ടൈപ്പ് സ്റ്റിയറിംഗ് തന്നെ. ശരിക്കും ഈ വണ്ടിക്ക് വലിയൊരു സ്റ്റിയറിംഗ്, അതിന്റെ ഉള്ളിൽ ഒരു സിൽവറിന്റെ പ്ലേറ്റിംഗ് വരുമാതിരി അതിന്റെ ഹോണും ഇൻഡിക്കേറ്റർ ഒക്കെ അതിലെ വരിക. പിന്നെ അത് കംപ്ലൈന്റ്, അത് പിന്നെ കയ്യമ്മ ഗിയർ വരിക ഇതിനൊക്കെ. അപ്പൊ അതൊക്കെ മാറ്റി, അതൊക്കെ എനിക്ക് കിട്ടുമ്പോൾ അങ്ങനെ തന്നെയായിരുന്നു. ഈ സ്റ്റിയറിംഗ് ഞാൻ മാറ്റിയെന്ന് മാത്രം. അത് ഒരു ബൊലോറോന്റെ സ്റ്റിയറിംഗ് ആയിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാനത് മാറ്റിയിട്ട് അംബാസഡറിന്റെ സ്റ്റിയറിംഗ് ആക്കിയതാ. മീറ്ററുകളൊക്കെ അംബാസഡർ ഉണ്ടായിരുന്നു. പുതിയ മോഡൽ അംബാസഡറിന്റെ മാത്രം. ഇതൊക്കെ ഗ്രാൻഡ് ടൈപ്പ് ഇത് മറ്റേ ഫ്യൂല്, ഇത് ടെമ്പറേച്ചർ, ഇത് മറ്റേ ആംബിയർ എന്ന് പറയും. അതെ, പിന്നെ ഇത് ഓയിൽ പ്രഷറിന്റെ സംഭവം. അങ്ങനെയാണ് ഇത് വരുന്നത്. പിന്നെ ചെറിയ ലൈറ്റ് കത്തണ്ട. അത് നമുക്ക് ഉള്ളിലേക്ക് ഇൻഡിക്കേറ്ററിന്റെ ഇത് 2 ലെഫ്റ്റ് സൈഡിൽ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഇത് കത്തും, ഇത് റൈറ്റ് സൈഡ് കത്തും. ഇത് നമ്മൾ താക്കോലൊക്കെ ഇട്ട് ഹീറ്റ്, വണ്ടി ഹീറ്റ് ആക്കണം. അപ്പൊ ഹീറ്റ് ആക്കുമ്പോ സെപ്പറേറ്റ് സ്വിച്ച് ഉണ്ട്. ചിലര് ആദ്യത്തെ വണ്ടിമൊക്കെ അങ്ങനെ സ്വിച്ച് വെക്കുക. ഇതുപോലത്തെ മോഡൽ നമ്മളത് മാറ്റിയിട്ട് താക്കോലുമൊക്കെ ആക്കി. ഈ താക്കോലുണ്ടെങ്കിൽ ഈ ലൈറ്റ് കത്തും. ഈ ലൈറ്റ് കിട്ടിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ അടിക്കാൻ പാടുള്ളൂ. അപ്പൊ കിട്ടും. അതേമാതിരി ഇത് ബാറ്ററിയുടെ ചാർജ് കയറി ഇത് കിട്ടണം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. കിട്ടി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നുമില്ല. ഈ സീറ്റുകളൊക്കെ ഇത് കോയാസിന്റെ സീറ്റ് വരിക. അംബാസഡറിന്, അതായത് കമ്പനി അല്ല, നമ്മൾ പുറത്തുകൊണ്ട് കോയാസിന്റെ സീറ്റ് ആയിരുന്നു ഇതില്. ആ സീറ്റിന് തന്നെ സീറ്റിന് മേടിക്കുമ്പോ കംപ്ലൈന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പുറത്തേക്ക് ഇത്തിരി മോശം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ റെക്സിനൊക്കെ മാറി ഫുൾ അടിച്ചത്. ഇവിടേക്ക് ചെറിയൊരു മാറ്റം വരുത്തി നമ്മുടെ കാലിലൊരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിട്ട് അതെല്ലാം ചെയ്ത് അങ്ങനെ ചെയ്തു. അപ്പൊ സീറ്റ് ഉണ്ടായിരുന്നു. ആ സീറ്റ് മേലെ നമ്മളൊന്ന് മോഡിഫൈ ചെയ്ത് കവറൊക്കെ മാറ്റിയതാ. ഈ ബാക്ക് സീറ്റ് അംബാസഡറിന്റെ ഒരു പ്രത്യേക അംബാസഡറിന്റെ ബാക്ക് സീറ്റിൽ ഇരിക്കുന്ന ഒരു സുഖം, ഒരു പ്രത്യേക അതങ്ങനെ തന്നെ ഞാൻ തിരിച്ച് ചെയ്തിട്ടില്ല. വേറെ ഫോൾഡിംഗ് അത് ഓൾറെഡി ഉണ്ടായിരുന്നു. അത് കോയാസിന്റെ സീറ്റിന് വരുന്നതാ. കൈയൊക്കെ ഹാൻഡ് റെസ്റ്റ് എന്നുള്ള രീതിയിൽ വരുന്നതാ. ഈ ടോപ്പിലൊരു സ്പീക്കർ വെച്ചത്, അത് 4 സ്പീക്കർ ഉണ്ട്. 2 ബാക്കിലും 2 ഇതിലും. നമുക്കും കൂടി ഒന്ന് നന്നായിട്ട് പാട്ടിനോടുള്ള ഒരു താല്പര്യം കൊണ്ട് 2 ഇങ്ങനെ കെട്ടി വെച്ചതാ. 4 സ്പീക്കർ ഉണ്ട് ചെറുതായിട്ട് വെക്കാനായിട്ട്. ഈ കട്ട നൽകിയതൊക്കെ പഴയൊരു ഓർമ്മ അതന്നെ. കട്ട ബാക്കിൽ നോക്കുമ്പോ ഒരു രസമല്ലേ. അതിനുവേണ്ടി ചെയ്തു. പിന്നെ ഈ കൂൾ ഫിലിം അടിക്കാൻ പാടില്ല എന്നുള്ളൊരു ഇതും വന്നല്ലോ. പിന്നെ ഇപ്പൊ മാറ്റം വരുത്തി, മാറ്റം വന്നു. അപ്പൊ ഞാൻ അങ്ങനെ കട്ടൻ ബാക്കുന്ന വെയിലടിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ചെയ്തിട്ടാ. പക്ഷെ പുറത്തുനിന്ന് കാണുമ്പോ ചുളിഞ്ഞു കിടക്കണ ഒരു ഭംഗിയാ. എഞ്ചിൻ റൂം ഒന്ന് കാണിക്കാൻ പറ്റും? കാണിക്കോ. അംബാസഡറിന്റെ ചെറിയൊരു ഓയിൽ ലീക്ക് കാണും. ഓയിൽ ലീക്ക് എന്തായാലും ഉണ്ടാവും. അത് അംബാസഡർ പഴയ വണ്ടിയല്ലേ, അതിന്റെ ഒരു ചെറിയൊരു ലീക്ക് കാണിക്കും. അടിപൊളിയാണല്ലോ. എയർ ഫിൽറ്റർ ഒക്കെ ഇന്ത്യയുടെ എയർ ഫിൽറ്ററാ. അപ്പൊ അത് അങ്ങനെ വെച്ചിട്ട് ഓൾട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ചെറിയൊരു ഓയിൽ ലീക്ക് എന്തായാലും ഉണ്ടാവും. പഴയ മെറ്റഡോറാ. ഇതിലൊന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യണോ? ഇത് അല്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഒക്കെ വരുമ്പോ ഉണ്ടായിരുന്നത് തന്നെയാ. ബാറ്ററി പുതിയത് മേടിച്ചിട്ട് അവിടെ 1.5 കിടന്ന കാരണം ബാറ്ററി പോയി. ട്രാവലറിനൊക്കെ 80-90 അങ്ങടെ വെച്ചേക്കണം. സുധീഷേട്ടാ, അതുപോലെ ഇപ്പൊ ട്രാവലറുകളുണ്ട്, അതിന്റെ കൂടെ ഇപ്പൊ ഒരു അംബാസഡർ കൂടെ എടുത്തപ്പോ വീട്ടുകാരുടെ ഒരു അഭിപ്രായം എങ്ങനെയായിരുന്നു? മേടിച്ച് കൊണ്ടുവന്നപ്പോ ഒരു ഭംഗി കുറവുണ്ടായിരുന്നു, ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇത് വണ്ടിയോടെ മേടിച്ചത്. അത് കഴിഞ്ഞത് പണി കഴിഞ്ഞ് കൊണ്ടുവന്നപ്പോ ഒത്തിരി മോശമായിട്ടുള്ള ഒരു, അതായത് കാണത്തിരി ഭംഗി കുറവും നല്ലോണം ഭംഗി കുറവുണ്ടായിരുന്നു. അപ്പൊ അത് മേടിച്ച് കൊണ്ടുവന്നപ്പോ ഈ കാർ മേടിച്ചു ഇത് മേടിച്ചു വന്നപ്പോ അങ്ങനെ ഒരു വന്നു. അത് കഴിഞ്ഞ് പണി കഴിഞ്ഞ് കൊണ്ടപ്പോ ഇപ്പൊ പിള്ളേർക്ക് പിന്നെ ഭയങ്കര ഇഷ്ടം അംബാസഡർ. മക്കളുണ്ട് എനിക്ക്. അപ്പൊ അവരാണ് ഇതിന്റെ മെയിൻ കാര്യങ്ങൾ. കഴുകലും തുടക്കലൊക്കെ ഫുള്ള് അവരാണ്. ഇതിപ്പോ ചിലപ്പോ ഞാൻ ഒരാഴ്ചയിലേക്ക് ചിലപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഞാൻ ഉണ്ടെങ്കിൽ എടുക്കും. ഇല്ല വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പൊടി പിടിക്കുകയാണെങ്കിൽ അവരെന്നെ കഴുകി, 2 ആളും കഴുകി നിന്ന് കുട്ടപ്പനാക്കിയിട്ട് എപ്പോഴും വണ്ടി ക്ലീനാക്കിയിട്ട് ഇടും. അത് അവരുടെ അതിന്റെ കാര്യങ്ങൾ ചെയ്യാം. എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും വിവാഹ വിനോദയാത്രകൾക്ക് അതുപോലെ ട്രാവൽ പാക്കേജുകൾക്കൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ റൊമാൻസ് ട്രാവൽസിന്റെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. അതുപോലെ തന്നെ അംബാസഡർ ഇനി എടുക്കുന്നവർക്ക് സംശയങ്ങൾക്കോ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള അംബാസഡർ ഇതുപോലെയൊക്കെ ആക്കിയെടുക്കാൻ എവിടെ കൊണ്ടുവരണം, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണമെങ്കിൽ സുധീഷേട്ടനെ നൽകാൻ വേണ്ടി വിളിക്കാനായിട്ട് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പർ താഴെ കൊടുക്കാം.
എന്തായാലും മോട്ടോമിത്രയ്ക്കും ഞങ്ങളുടെ പ്രേക്ഷകർക്കും വേണ്ടിയിട്ട് ഒരു അംബാസഡറിന്റെ എക്സ്പീരിയൻസ് തന്നതിന് സുധീഷേട്ടനും റൊമാൻസ് ട്രാവൽസിനും നന്ദി. താങ്ക് യു. ഒരു 52 വർഷം പഴക്കമുള്ള ഒരു വണ്ടിയാണെന്ന് പറയാത്ത രീതിയിൽ തന്നെ കൊണ്ടു നടക്കുന്നുണ്ട്. ഇനി ഇങ്ങനെ മുന്നോട്ട് ആഗ്രഹം നടത്തിയതാ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വാഹന വിശേഷമായി വീണ്ടും കാണുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.